ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ എൻവയോൺമെൻറ്റൽ സയൻസിലെ ആദ്യ ചാപ്റ്ററിൽ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഗ്രീൻ എർത്ത് എന്നാണ്. പ്ലാന്റ്സിനെ പറ്റിയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് പ്ലാന്റ് പാർട്സ് ഏതാണെന്നാണ്. പ്ലാന്റ് വരച്ചിട്ട് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പിക്ചർ തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ്. ലീഫ്, സ്റ്റെമ്മ്, അതുപോലെ റൂട്ട്. കുട്ടികളെ പഠിപ്പിക്കണം ലീഫ്, സ്റ്റെമ്മും റൂട്ടും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് ഈ 3 എണ്ണത്തിൻ്റെയും ഫങ്ഷൻസ്. റൂട്ടിൻ്റെ ഫങ്ഷനും സ്റ്റെമ്മിൻ്റെ ഫങ്ഷനും ലീഫിൻ്റെ ഫങ്ഷനും ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് തന്നിട്ടുണ്ട്. സ്റ്റെമ്മിൻ്റെയും ലീഫിൻ്റെയും റൂട്ടിൻ്റെയും ഫങ്ഷൻസ് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. റൂട്ടിന് ഇവിടെ 2 ഫങ്ഷൻസ് പറയുന്നത് ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിലും അതുപോലെ അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിലും. അതുപോലെ സ്റ്റെമ്മിൻ്റെയും ലീഫിൻ്റെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തരാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഈ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് ചെടികളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: ഹെർബ്, ഷ്രബ് ആൻഡ് ട്രീസ്. ഇതിൻ്റെ എക്സാമ്പിള് വിത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഹെർബിൻ്റെയും ഷ്രബിൻ്റെയും അതേപോലെ ട്രീസിൻ്റെയും ഫീച്ചേഴ്സും അതിൻ്റെ എക്സാമ്പിളും മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. ഹെർബിന് എക്സാമ്പിൾ സ്പിനാച്ച് ആണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഹെർബിൻ്റെ ഫീച്ചർ വീക്ക് ആൻഡ് തിൻ സ്റ്റെമ്മാണ്, ഡീപ്പ് റൂട്ട്സ് ഇല്ല, അതേപോലെ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ഷ്രബ് സ്റ്റിഫ് സ്റ്റെമ്മ്, മീഡിയം സൈസ്, 2 to 15 years ആണ് അതിൻ്റെ ലൈഫ് സ്പാന്. ട്രീസിൻ്റെ പ്രത്യേകത തിക്ക് സ്റ്റെമ്മായിരിക്കും, ഡീപ്പ് റൂട്ട്സ് ആയിരിക്കും, ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച് വെക്കേണ്ടതാണ്. ഹെർബ്, ഷ്രബ്, ട്രീ ഇതിൻ്റെ എക്സാമ്പിളും. അടുത്തതായിട്ട് വരുന്നത് വൈൻ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് സ്പ്രെഡ് ലൈക്ക് എ ക്രീപ്പർ, കാനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോണ്, വീക്ക് ആൻഡ് സോഫ്റ്റ് സ്റ്റെമ്മ്, ക്ലൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സപ്പോർട്ട്. ഇത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ വൈൻസിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ടും സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ടും. അതായത് ഗ്രൗണ്ടിൽ പറ്റിപ്പിടിച്ച് വളരുന്നതും അതുപോലെ ഒരു സപ്പോർട്ടിൽ മാത്രം മുകളിലേക്ക് വളരുന്ന വൈൻ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. വൈൻ പ്ലാന്റ്സിന് ശേഷം വരുന്നത് നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ എ വാട്ടർ. അതിൻ്റെ എക്സാമ്പിൾ വാട്ടർ ലില്ലി, അതുപോലെ ലോട്ടസ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ. കുഞ്ഞുങ്ങളൊക്കെ 3ാം ക്ലാസ്സിൽ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പല കുഞ്ഞുങ്ങൾക്കും അക്ഷരങ്ങളൊന്നും വായിക്കാൻ, കൂട്ടി വായിക്കാനും ഇംഗ്ലീഷൊന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. പാരൻസ് ആയിട്ടുള്ള നിങ്ങൾ ഒട്ടും പാനിക് ആവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുങ്ങളെ സമയമെടുത്ത് ഇരുത്തിയിട്ട് അക്ഷരങ്ങൾ പഠിപ്പിക്കുക, അതിനുശേഷം മാത്രം ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.